പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഗാർഡനിൽ ചെടി കൊണ്ടുവരാൻ പല സ്ഥലങ്ങളിൽ നിന്നും പല സൈസ് ചെടികൾ കൊണ്ടുവരുന്നത്. അതിനായിട്ട് നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. ആഴ്ചയിൽ 1-2 പ്രാവശ്യം യാത്ര ചെയ്താലേ പല വെറൈറ്റി ചെടികൾ നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വഴിയിൽ കണ്ട ഒരു റോസയാണിത്. കുറച്ച് റോസകളേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന വലിപ്പമല്ല, കയ്യിൽ ഒതുങ്ങത്തില്ല, അത്രയും വലിപ്പമുള്ള പൂക്കളാണ്. എന്താ ഭംഗിയെന്നറിയാം. നാടൻ റോസകളാണ്. വലിയ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതായി റോസ നിൽക്കുന്നത്. വഴി സൈഡിലാണ് നിൽക്കുന്നത്. ഇതിന് ഒരു കേടോ ഒന്നുമില്ല. പൂക്കളൊക്കെ നല്ലതായിട്ട് വിരിയുന്നുണ്ട്. നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ചിലപ്പോൾ പൂക്കൾ മൊത്തം വിരിയുന്നില്ല, അങ്ങനെ കംപ്ലൈൻ്റൊക്കെ വരത്തില്ല. ഇതിന് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട്. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ക്ലൈമറ്റും പിന്നെ എന്താ പറയണ്ടേ, ആവശ്യത്തിന് വെള്ളം, വെയിൽ ഇതെല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും. അടിപൊളിയാണ്. എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ അത് എത്രയും അതിൻ്റെ ഭംഗി വരുമെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കണ്ടാലേ അറിയത്തുള്ളൂ. കണ്ടോ, എൻ്റെ കയ്യിൽ പോലും ഒതുങ്ങത്തില്ല ഒരു റോസ. അതിൻ്റെ ഭാരം കൊണ്ട് ആ റോസായുടെ തണ്ടുകൾ ചരിഞ്ഞാണ് കിടക്കുന്നത്. അത്രയ്ക്ക് വലിപ്പമുണ്ട് പൂക്കൾ. ഇതൊക്കെ എന്താ വെറൈറ്റികളെന്നറിയാമോ? പല വെറൈറ്റികളാണ്. പൂക്കൾക്ക് എന്തോ കളറാണ്. ചുവപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളറ്, അതായത് കടും റെഡ് കളർ റോസയാണ്. അടിപൊളിയാണ് കാണാൻ. പിന്നെ ഈ റോസയൊക്കെ മുള്ളില്ലാത്തൊരു സൈസ് റോസ. ഇതിനൊന്നും മുള്ളേ ഇല്ല. ഈ മഞ്ഞ റോസ ഭയങ്കര ഭംഗിയാണ്. നാടൻ വെറൈറ്റി റോസകൾ തന്നെയാണ് ഇതെല്ലാം. നാടൻ വെറൈറ്റിയാണ്, മുള്ളുള്ളത് കൊണ്ട് മുള്ളില്ലാത്തത് കൊണ്ട്. നമ്മളിന്ന് വീഡിയോയിൽ കാണുന്ന ഒരു പ്ലാന്റ് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ലോറ പെറ്റലം എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിൻ്റെ തൈകൾ ഈ സൈസ് ഉള്ളത് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ ചെടി എങ്ങനെയാണ് നടുന്നതെന്നും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ചെടി 2 എണ്ണം 150 രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പൂക്കളുള്ളതും ഉള്ള ചെടികൾ തന്നെയാണ് കൂടുതലും ഉള്ളത്. പിന്നെ ഇപ്പം നമ്മൾ 23-ാം തീയതി കൊറിയർ ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്ക് പൂക്കൾ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പൂക്കൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ചെടിയാണ്. കാലാവസ്ഥ ഇതിന് പ്രത്യേക ഒരു ഇതാണ്. അതായത് നല്ല വെയിലും നല്ല മഴയും ഉള്ളിടത്ത് തന്നെ ഈ പ്ലാന്റ് വെക്കണം. നിലത്ത് വെക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നിലത്ത് വേണമെങ്കിൽ ഈ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ വളരും. ചട്ടിക്കകത്ത് വെക്കുകയാണെങ്കിൽ വലിയ ചട്ടി തന്നെ, അതായത് വലിയ പോട്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരു ചെടിയായിട്ട് വെക്കുന്നതിലും ഭംഗി 2 ചെടി ഒന്നിച്ച് വെക്കുന്നതായിരിക്കും. ഇതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ എൻ്റെ ഇതിനകത്ത് നോക്കിയാൽ മതി, പിന്നെ ഈ ചാനലിനകത്ത് നോക്കിയാൽ മതി. ഈ വീഡിയോ നല്ല നമ്മുടെ അവിടെ നിൽക്കുന്ന വലിയൊരു പ്ലാന്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. DAP തന്നെയാണ് ഇതിനിട്ട് കൊടുക്കുന്ന വളം പൂക്കാനായിട്ട്. DAP ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയിൽ എന്നും പൂക്കളുണ്ടാവും. പിന്നെ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചെടി എപ്പോഴും കട്ട് ചെയ്ത് നിർത്തണം. അതായത് മുകൾ ഭാഗം കട്ട് ചെയ്ത് വേണം നിർത്താൻ. എങ്കിൽ ആ തളിരിലയോട് ചേർന്നാണ് അടുത്ത പൂക്കൾ വരുന്നത്. ഇല കാണാതെ പൂവുണ്ടാവും. നല്ല കാലാവസ്ഥയാണ്. മഴ സമയത്തും പൂക്കളുണ്ട്. നമ്മൾ ചില ചെടികൾക്ക് സീസൺ സമയത്ത് മാത്രമേ പൂക്കൾ കാണത്തുള്ളൂ. പക്ഷേ ഇതിനങ്ങനല്ല, മഴ സമയത്തും നല്ല പൂക്കളുണ്ട്. പെറ്റലം പോലാണ് ഈ ചെടിയുടെ നിൽക്കുന്നത്. അതിനായി ലോറ പെറ്റലം എന്ന് അങ്ങനെ ആയിരിക്കും പേര് വന്നത്. അല്ലാതെ വേറെ പേരുകളൊക്കെ ഇതിനുണ്ട്. നമ്മുടെ സാധാരണ ലോറ പെറ്റലം എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ പൂക്കൾക്ക് അധികം ആയുസ്സൊന്നുമില്ല, പക്ഷേ ഉണ്ടാവുമ്പോൾ ഇല കാണാത്ത പോലെ തന്നെ പൂക്കളുണ്ടാവും. അടുത്ത പൂ പെട്ടെന്ന് വരികയും ചെയ്യും. ചെടി വലിയതാക്കി വേണേലും നിർത്താം, ചെടി ചെറുതായിട്ട് ചട്ടിയിൽ ഒതുക്കി നിർത്താം, നിലത്ത് നിൽക്കും. എങ്ങനെ വേണേലും നമ്മുടെ സൗകര്യത്തിന് ഈ ചെടി നിർത്താം. ഹോട്ടലുകളുടെയൊക്കെ ഫ്രണ്ടിലാണെങ്കിലും ഇത് നമ്മുടെ യുജീനിയ പോലെ കട്ട് ചെയ്ത് വിടുമ്പോൾ യുജീനിയയുടെ ഇലയ്ക്ക് പുതിയ കളറ് വരുന്ന പോലെ ഇതേ പൂക്കളാണ് വരുന്നത്. അങ്ങനെയുള്ളൊരു വ്യത്യാസം ഇതിനുണ്ട്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇത് നടുന്നത് സാധാരണ ചകിരിച്ചോറ്, മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ചേർക്കാം. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചകിരിച്ചോറ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ചാണകപ്പൊടി, എല്ലുപൊടി ഒക്കെ ഇട്ട് ഉള്ള മണ്ണാണ്. ചെടി വെക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ചെടി എപ്പോഴും 2 എണ്ണമായിരിക്കണം ഒരു പോട്ടിനകത്ത് വെക്കുന്നത്. അത് ഈ വട്ടത്തിൽ വരാനും വേണ്ടിയാണ് നമ്മളങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെട്ടി വിടുമ്പം വരാനും വേണ്ടിയാണ് 2 ചെടി ഒരു ചട്ടിക്കകത്ത് വെക്കുന്നത്. നിലത്ത് വേണേലും അങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലാതെ നമ്മൾ ഈ മതിൽ പോലൊക്കെ വെക്കാനാണെങ്കിൽ ഓരോന്ന് വെച്ചാലും മതി. ഇപ്പം ഇതൊന്ന് അങ്ങോട്ട് തിരിച്ച് വെക്കാം, ഒന്ന് തിരിച്ച് ഇങ്ങോട്ടും വെക്കാം. അങ്ങനെ 2 എണ്ണം ഒരു ചട്ടിക്കകത്ത് വെക്കുമ്പോൾ 2 സൈഡിലോട്ട് വേണം അത് തിരിഞ്ഞ് നിൽക്കാൻ. കട്ട് ചെയ്ത് കൊടുക്കുമ്പം നല്ല റൗണ്ടിൽ തന്നെ അത് വരും. അടുത്ത പൂ വരുന്നതിന് മുമ്പേ
ഈ പൂ പോയി കഴിയുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് തന്നെ റൗണ്ട് ഷേപ്പിൽ വരും. നല്ല മഴയുള്ള സമയത്തും വെയിലുള്ള സമയത്തും ഇത് പൂക്കളുണ്ട്. അതുകൊണ്ട് മഴ സമയത്ത് മാറ്റി വെക്കുകയൊന്നും വേണ്ട. മഴയത്തും വെയിലത്തും ഈ ചെടി വെക്കാം. ഇങ്ങനെ 2 സൈഡിലോട്ട് വരുമ്പോൾ ഇത് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കും. നല്ല വലിയ പോട്ടിലിനകത്ത് വെക്കുവാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പറ്റയ്ക്ക് വെട്ടി കൊടുക്കാം. നല്ല റൗണ്ടായിട്ട് വെട്ടി കൊടുക്കാം. അന്നേരം അടുത്ത തളിരല വരുമ്പോൾ അതേ പൂക്കൾ വരും. നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ. വാങ്ങിച്ചിട്ട് വെച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെ വലിയ കംപ്ലൈൻറ്റും കാര്യങ്ങളോ വലിയ കെയറിങ്ങോ ഒന്നും വേണ്ടാത്ത ചെടിയാണ്. പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊറിയർ ചെയ്തു തരാം. 150 രൂപയ്ക്ക് 2 പ്ലാന്റാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഈ പ്ലാന്റ് ഇതേ വലിപ്പമുള്ള പ്ലാന്റിൻ്റെ സൈസ് ഇത് തന്നെയാണ്. ഈ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല പൂക്കളുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ പ്ലാന്റുകളെല്ലാം കട്ട് ചെയ്യാനായിട്ട് നിർത്തിയേക്കുന്നതാണ്. ഇനി ഇത് കട്ട് ചെയ്ത് എന്തെങ്കിലും വളവും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നിറച്ചും പൂക്കളുണ്ടാകും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ആദ്യം കാണാൻ പറ്റാത്തതും ചില ചെടികൾ പെട്ടെന്ന് തീർന്നു പോകുന്നതും. നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്താലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.